നിങ്ങൾ ഇനിയും ICC ട്രോഫി മോഷ്ടിച്ച് നാട്ടിലേക്ക് കടന്നു കളയുമോ? ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പര അടിയറ വച്ചതിന് ശേഷം മുഹ്സിൻ നഖ്വിയോട് മുൻ പാക് താരം കമ്രാൻ അക്മലിന്റെ ചോദ്യം ഇതായിരുന്നു. നെതർലൻഡ്സ് പോലും ഇപ്പോൾ നമുക്കെതിരെ ഒരു പരമ്പര കളിക്കാൻ ആഗ്രഹിക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നിലവിലെ അവസ്ഥ ഇതാണ്, അക്മൽ പറഞ്ഞു നിർത്തി. ഷേറെ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ ഇന്നലെ അവസാന ഓവറിൽ പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 14 റൺസാണ്. സ്ട്രൈക്കിൽ ഷഹീൻ അഫ്രീദി. തൊട്ടു മുമ്പ് മുസ്തഫിസുർ റഹ്മാനെ 2 തവണ ഗാലറിയിൽ എത്തിച്ച അയാൾ പാകിസ്ഥാന്റെ പ്രതീക്ഷകളെ ഊതിക്കത്തിച്ചു തുടങ്ങിയിരുന്നു. അവസാന ഓവർ എറിയാനെത്തിയത് റിഷാദ് ഹുസൈനാണ്. ആദ്യ പന്ത് പാടാക്കിയ അഫ്രീദി രണ്ടാം പന്ത് അടിച്ചുയർത്തി. റിഷാദ് ഹുസൈൻ പിന്നിലേക്ക് ഓടി. പന്ത് എത്തിപ്പിടിക്കാൻ അയാൾ ഒരു വിഫല ശ്രമം നടത്തി നോക്കി, എന്നാൽ അത് നടന്നില്ല. അഫ്രീദി അപ്പോഴും സ്ട്രൈക്കേഴ്സ് എൻഡിലാണ്. ആദ്യ 2 പന്തുകളും റണ്ണില്ലാതെ പൂർത്തിയായി. 3-ാം പന്തിൽ ഡബിൾ, 4-ാം പന്തിൽ വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഗൂഗിളുകൾ കൊണ്ട് റിഷാദ് അഫ്രീദിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. 5-ാം പന്ത് ഒരു വൈഡായിരുന്നു. പാകിസ്ഥാന് പ്രതീക്ഷകൾ അപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ ബംഗ്ലാദേശ് താരങ്ങൾ ഒരല്പനേരം ഗ്രൗണ്ടിൽ ചർച്ച നടത്തിയ ശേഷം ആ വൈഡ് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡ്രാമ കണ്ടിന്യൂസ്. റീപ്ലേ ദൃശ്യങ്ങളിൽ പന്ത് അഫ്രീദിയുടെ ബാറ്റിൽ കൊണ്ടെന്ന് വ്യക്തമായിരുന്നു. ബംഗ്ലാദേശ് ഏറെക്കുറെ വിജയമുറപ്പിച്ചു. പരമ്പര സ്വന്തമാക്കാൻ റിഷാദ് ഹുസൈന് ഇനി ഒരു ലീഗൽ ഡെലിവറി എറിഞ്ഞ് പൂർത്തിയാക്കിയാൽ മതി. അടുത്ത പന്തിൽ അഫ്രീദി വീണു. 11 റൺസിന്റെ ജയം കുറിച്ച ബംഗ്ലാദേശിന് പരമ്പര. കളി കഴിഞ്ഞ ഉടൻ ആദ്യം കേട്ടത് പാകിസ്ഥാന്റെ ഒരു പരാതിയാണ്. അവസാന ഓവറിൽ ബംഗ്ലാദേശ് വൈഡ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ റീപ്ലേ ദൃശ്യങ്ങൾ തെളിഞ്ഞതിന് ശേഷമാണ് എന്നാണ് പാകിസ്ഥാന്റെ വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ മാച്ച് റഫറി നിയാമുർ റഷീദിന് പരാതി നൽകി. 15 സെക്കൻഡിനുള്ളിൽ തന്നെയാണോ ബംഗ്ലാദേശ് റിവ്യൂ നൽകിയത് എന്ന് വ്യക്തമല്ല. ഏതായാലും ആ ലാസ്റ്റ് ഓവർ ഡ്രാമയ്ക്ക് ശേഷം ബംഗ്ലാദേശ് കിരീടം ഏറ്റുവാങ്ങി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് തൻസീദ് ഹസന്റെ കന്നി സെഞ്ചുറി കരുത്തിലാണ് 290 റൺസ് വിജയലക്ഷ്യമുയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 67-4 എന്ന നിലയിലേക്ക് ഊപ്പൂത്തിയതോടെ മത്സരം ഏകപക്ഷീയമായി ഒടുങ്ങാൻ പോവുകയാണ് എന്ന് സകലരും വിധിയെഴുതിയതാണ്. പിന്നെയാണ് സൽമാൻ ആഗയുടെ രംഗപ്രവേശം. ആദ്യ 3 ഓവറിനുള്ളിൽ സാഹിബ്സാദ ഫർഹാനെയും സദാക്കത്തിനെയും റിസ്വാനെയും പുറത്താക്കിയ ബംഗ്ലാദേശ് നിരയിൽ തസ്കിൻ അഹമ്മദായിരുന്നു കൂടുതൽ അപകടകാരി. ഫർഹാന്റെയും റിസ്വാന്റെയും വിക്കറ്റ് തസ്കിനായിരുന്നു. 18-ാം ഓവർ അവസാനിക്കുമ്പോൾ 82-5 എന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ. അവിടെ നിന്നുമാണ് സൽമാൻ ആഗയുടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 6, 7, 8 വിക്കറ്റുകളിൽ നിർണായകമായ 3 പാർട്ട്ണർഷിപ്പുകൾ. 6-ാം വിക്കറ്റിൽ സാദ് മസൂദിനൊപ്പം 79 റൺസാണ് ആഗ സ്കോർ ബോർഡിൽ ചേർത്തത്. 7-ാം വിക്കറ്റിൽ ഫഹീം അഷ്റഫിനൊപ്പം 48 റൺസ്. 8-ാം വിക്കറ്റിൽ ഷഹീൻ അഫ്രീദിക്കൊപ്പം 52 റൺസ്. എന്നാൽ 48-ാം ഓവറിൽ സൽമാൻ ആഗ വീണു. ഇക്കുറിയും തസ്കിൻ തന്നെയാണ് ബംഗ്ലാദേശിന്റെ രക്ഷകെത്തിയത്. 98 പന്തിൽ 4 സിക്സും 3 ഫോറും സഹിതം 106 റൺസാണ് ആകെ അടിച്ചെടുത്തത്. 38 പന്തിൽ 37 റൺസായിരുന്നു അഫ്രീദിയുടെ സമ്പാദ്യം. ഫീൽഡിൽ ബംഗ്ലാദേശ് നിരന്തരം വരുത്തിയ പിഴവുകളാണ് പാകിസ്ഥാനെ അവസാന ഓവർ വരെ കളിയിൽ അവശേഷിപ്പിച്ചത്. എന്നിട്ടും തോൽക്കാനായിരുന്നു വിധി. നേരത്തെ സൈഫ് ഹാസനൊപ്പം 1-ാം വിക്കറ്റിൽ 105 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് തൻസീദ് ഉയർത്തിയത്. 7 സിക്സും 6 ഫോറും സഹിതം 107 പന്തിൽ 107 റൺസാണ് തൻസീദ് അടിച്ചെടുത്തത്. ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശ് 300 കടക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ അവസാന ഓവറുകളിൽ പാകിസ്ഥാൻ ബോളർമാർ റൺസ് വിട്ടു നൽകാൻ ഏറെ പിശുക്ക് കാട്ടി. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ബംഗ്ലാദേശ് നിരയിൽ 10 ഓവർ എറിഞ്ഞ തസ്കിൻ 4 വിക്കറ്റ് പിഴുതു. മുസ്തഫിസുർ റഹ്മാൻ 3-ഉം നഹിദ് റാണ 2 വിക്കറ്റും പോക്കറ്റിലാക്കി. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ സൽമാൻ ആഗയുടെ വിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞിരുന്നു. പാക് ഇന്നിംഗ്സിലെ 39-ാം ഓവർ. ബോളിംഗ് എൻഡിൽ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ മെഹ്ദി ഹസൻ, സ്ട്രൈക്കിൽ മുഹമ്മദ് റിസ്വാൻ. ആ ഓവറിലെ 4-ാം പന്ത് റിസ്വാൻ ഡിഫൻഡ് ചെയ്തിരുന്നു. പന്ത് നേരെ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ഉണ്ടായിരുന്ന സൽമാൻ ആഗയുടെ അടുത്തേക്കാണ് നീങ്ങിയത്. സൽമാൻ അപ്പോൾ ക്രീസിന് വെളിയിലായിരുന്നു. തൻ്റെ മുന്നിൽ കിടന്ന പന്തെടുത്ത് നൽകാനായി സൽമാൻ കുനിയുന്നു. അപ്പോഴേക്കും മെഹ്ദി ഹസൻ ഓടിച്ചെന്ന് പന്തെടുത്ത് സ്റ്റമ്പിലേക്ക് എറിഞ്ഞു. പന്ത് ബെയിൽച്ചിളക്കിയതും ബംഗ്ലാദേശ് നായകൻ അപ്പീൽ ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സൽമാൻ ആഗ ക്രീസിന് വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഫീൽഡ് അമ്പയർ തൻവീർ അഹമ്മദ് തീരുമാനം 3rd അമ്പയർ കുമാർ ധർമ്മസേനയ്ക്ക് കൈമാറി. പന്ത് ബെയിൽച്ചിളക്കുമ്പോൾ പാക് താരം ക്രീസിന് വെളിയിലായിരുന്നതിനാൽ 3rd അമ്പയർ വിക്കറ്റ് വിധിച്ചു. നിരാശനായി മടങ്ങിയ സൽമാൻ ഗ്രൗണ്ടിൽ തൻ്റെ അമർഷം കാണിക്കുന്നത് കണ്ടു. മത്സരത്തിൽ 62 പന്തിൽ 64 റൺസായിരുന്നു സൽമാന്റെ സമ്പാദ്യം. 7 ഫോറും 2 സിക്സറും താരം പായിച്ചു. സൽമാന്റെ വിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. മത്സരത്തിന് ശേഷം ബംഗ്ലാദേശ് നായകനെതിരെ സൽമാൻ വിമർശനം ഉന്നയിച്ചു. ഒരിത്തിരി സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ ആവാമെന്നും ഞാനാണ് അയാളുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു റണ്ണൌട്ടിന് മുതിരില്ലെന്നുമാണ് ആകെ പറഞ്ഞു വെച്ചത്. മുൻ ഇന്ത്യൻ താരങ്ങളായ അജയ് ജഡേജയും മുഹമ്മദ് കൈഫും ഒക്കെ സംഭവത്തിൽ മെഹ്ദി ഹസനെ വിമർശിച്ച് രംഗത്തെത്തി.
ട്രസ്റ്റിംഗ് ബംഗ്ലാദേശ് ഈസ് എ ക്രൈം എന്നാണ് അജയ് ജഡേജ എക്സിൽ കുറിച്ചിട്ടത്. എന്നാൽ ബംഗ്ലാദേശ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതൊരു ചാരിറ്റി ലീഗ് ഒന്നുമല്ല എന്നായിരുന്നു ലിറ്റൻ ദാസിന്റെ പ്രതികരണം. ഇവിടെ ആരും ചാരിറ്റി ലീഗ് കളിക്കാൻ വന്നതല്ല, ഇതൊരു അന്താരാഷ്ട്ര മത്സരമാണ്. നിയമപരമായി അത് ഔട്ടാണെങ്കിൽ അവിടെ കായിക മര്യാദ ലംഘിക്കപ്പെട്ടുവെന്ന് പറയാനാകില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടാകാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത് ഔട്ട് തന്നെയാണ്, ലിറ്റൻ പറഞ്ഞു വെച്ചു. ആ വിക്കറ്റിന് ശേഷം ഹെൽമറ്റ് വലിച്ചെറിഞ്ഞ് അമർഷം കാണിച്ച സൽമാൻ ആഗക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. ആകെ താക്കീത് ചെയ്ത ICC ഒരു ഡീമെറിറ്റ് പോയിന്റും ചുമത്തി.